GT എഡ്യൂക്കേഷൻ മറ്റു വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ ഇൻഫോർമേറ്റീവ് ആയ ഒരു കാര്യമാണ് നിങ്ങളായിട്ട് പങ്കുവയ്ക്കുന്നത്. നമുക്കറിയാം നമ്മുടെ എല്ലാവരുടെ വീടുകളിലൊക്കെ പരമ്പരാഗതമായിട്ട് ഗോൾഡ് നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ട്, അല്ലെ നമ്മൾ ഓർണമെന്റ്സ് ഒക്കെ ആയിട്ട് നമ്മൾ ധരിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ആലോചിക്കണം, ഗോൾഡിന്റെ വില എന്ന് പറയുന്നത് ഇപ്പോൾ ഇത്തിരി ഇടിവൊക്കെ ഉണ്ടെങ്കിലും ഏകദേശം 1 lakhന്റെ എബോ ആണ് ഗോൾഡിന്റെ വില എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഗോൾഡ് സൂക്ഷിക്കുക എന്ന് പറയുന്ന ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഈ ഗോൾഡ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഭീമമായ നഷ്ടം നമുക്ക് സഹിക്കേണ്ടി വരും, അല്ലെ? ഇപ്പൊ എങ്ങനെയാണ് ഈ ഗോൾഡിനെ വളരെ ഈസി ആയിട്ട് നമുക്ക് പ്രൊട്ടക്ട് ചെയ്യുക, ഇത് നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടാകുന്ന വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത്, തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എങ്ങനെ നമുക്ക് ഗോൾഡിനെ സെക്യൂർ ചെയ്യാം എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്. ബർഗ്ലറി ഇൻഷുറൻസ്, ജ്വല്ലറി നമുക്ക് ഇൻഷുർ ചെയ്യാം. എത്ര ആൾക്കാരെ കുറിച്ച് ബോധമാണ് നമുക്കറിയില്ല. വളരെയധികം മോഷണങ്ങളൊക്കെ നമുക്ക് പല വീടുകളിൽ നടക്കുന്നു. അതുപോലെ തന്നെ കോടിക്കണക്കിന് രൂപയുടെ സ്വത്ത് കാര്യങ്ങളൊക്കെ, സ്വർണം 40 പവൻ 100 പവനൊക്കെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് എങ്ങനെയാണ് ഗോൾഡിനെ ഇൻഷുർ ചെയ്യാനുള്ളത്? അപ്പോൾ ഗോൾഡിന്റെ ജ്വല്ലറി ഇൻഷുറൻസ് എല്ലാ പബ്ലിക് ലിമിറ്റഡ് കമ്പനികളും അതുപോലെ തന്നെ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനികളും കൊടുക്കുന്നുണ്ട്. വളരെ തുച്ഛമായിട്ടുള്ള ഇൻഷുറൻസ് എമൗണ്ടൊക്കെ മാത്രമാണ് വരുന്നത്. ഏകദേശം 1 കോടി രൂപയുടെ മൂല്യമുള്ള ഗോൾഡ് ഇൻഷുർ ചെയ്യാനായിട്ട് നമുക്ക് ഏകദേശം ഒരു 3000 rupees ഒക്കെ മാത്രമാണ് ഒരു വർഷത്തേക്ക് വരുന്നത്. ഡിപെൻഡ്സ് ഓൺ ദ കമ്പനി മേ ചേഞ്ച്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ ഗോൾഡ് ഇൻഷുറൻസ്, ബർഗ്ലറി ഇൻഷുറൻസ് ഗോൾഡിന് എടുത്തു കഴിഞ്ഞാൽ, ഗോൾഡിന് മാത്രമല്ല ബർഗ്ലറി വേറെ കാര്യങ്ങളൊക്കെ എടുക്കാം. ഗോൾഡ് വരുന്നത് ജ്വല്ലറി എന്ന് പറയുന്ന ഒരു ഇൻഷുറൻസ് അവരുടെ അണ്ടറിലാണ് വരുന്നത്. അപ്പോൾ ജ്വല്ലറി ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഗോൾഡ് നഷ്ടമായാൽ അതിന്റെ കാര്യങ്ങൾ, അതിന്റെ പ്രൊസീജിയേഴ്സ് അനുസരിച്ച് നിങ്ങൾ ഒരു കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യണം. അത് ജെനുവിൻ ആണെങ്കിൽ അതിന് ഈക്വലന്റ് ആയിട്ടുള്ള എമൗണ്ട് നിങ്ങൾക്ക് ഇൻഷുറൻസ് കമ്പനി നിങ്ങൾ ക്ലെയിം ആയിട്ട് തരും. അപ്പോൾ അതിന് ഡിപെൻഡ്സ് ഓൺ ദ ക്രൈറ്റീരിയ ഓഫ് ദ കമ്പനി എന്നുള്ള കാര്യം ഞാൻ ഇവിടെ പ്രത്യേകം അണ്ടർലൈൻ ചെയ്ത് പറയുകയാണ്. ഈ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ഇപ്പോൾ നമുക്ക് അങ്ങനെ ഇൻഷുർ ചെയ്യാനുള്ള ഒരു താല്പര്യമില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു സമ്പാദ്യമാക്കി മാറ്റാം ഈ ഗോൾഡിനെ. കാരണം KSFE കുറികളിൽ കുറി വിളിച്ചെടുക്കുന്നതിന് ഗോൾഡ് ഈടായിട്ട് സ്വീകരിക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഏകദേശം ഒരു പവന്റെ വില അനുസരിച്ചിട്ടാണ് അവർ ഈടാക്കുന്നത്. നിങ്ങൾക്ക് ഒരു 5 ലക്ഷത്തിന്റെയോ 10 ലക്ഷത്തിന്റെയോ 2 ലക്ഷത്തിന്റെയോ കുറിയൊക്കെ ഉണ്ടെങ്കിൽ അത് വിളിച്ചെടുത്താൽ ആ എമൗണ്ട് കിട്ടാനായിട്ട് നമ്മൾ ഈട് കൊടുക്കണം. നോർമലി നമുക്ക് ഈട് കൊടുക്കേണ്ടത് നമ്മുടെ ലാൻഡ് ആയിരിക്കാം, അല്ലെങ്കിൽ ഗവൺമെന്റ് ജോലിയുള്ളവരുടെ സാലറി സ്ലിപ്പ് ആയിരിക്കാം, LIC ബോണ്ട് ആയിരിക്കും, അതുപോലെ ഗോൾഡും സ്വീകരിക്കുന്ന ഈടായിട്ട്. ഈ ഗോൾഡ് അവിടെ നമുക്ക് ഈടായിട്ട് കൊടുത്താൽ ഏറ്റവും വലിയ പ്രത്യേകത, സാധാരണ നമ്മൾ ഈ ഗോൾഡ് ലോക്കറിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ അതിന് നമ്മൾ മന്ത്ലി ഇയർലി നല്ലൊരു ഫീ റെന്റ് അല്ല, ഇൻ ദ സെൻസ് അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ഫീ, ഒരു ചാർജ് ഉണ്ട്. പക്ഷേ ഈ ലോക്കറിൽ നിന്ന് നഷ്ടപ്പെടുന്ന ഗോൾഡിന് ബാങ്കിനോ ഈ പറയുന്ന സ്ഥാപനങ്ങളോ യാതൊരുവിധ ഉത്തരവാദിത്വമില്ല. അതെല്ലാം കസ്റ്റമറുടെ ഉത്തരവാദിത്തമാണ്. പക്ഷേ ഈ KSFEയിൽ ഇങ്ങനെ വെക്കുന്ന ഗോൾഡിനെ സംബന്ധിച്ചിടത്തോളം ഇതിന് ഫുൾ ഉത്തരവാദിത്തം KSFEക്കാണ്. നമ്മുടെ കുറി തീരുന്നവരെ 10 പൈസ നമുക്ക് മുതൽ മുടക്കില്ലാതെ ഈ ഗോൾഡ് സേഫ് ആയിട്ട് അവിടെ ഇരിക്കും. കുറി അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗോൾഡ് തിരിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് നല്ലൊരു സംവിധാനമാണ്. അതുപോലെ തന്നെ ബാങ്കിൽ ലോക്കറിന് പകരം നമ്മൾ ലോൺ ആയിട്ട് നമ്മൾ ഗോൾഡ് വെക്കാൻ പറ്റും. പല സ്ഥലങ്ങളിൽ ഗോൾഡ് ഇൻട്രസ്റ്റ്, ഈ പറഞ്ഞ ഗോൾഡ് ലോൺ ഇൻട്രസ്റ്റ് കുറവാണ്. ആ ഫണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ടോ അല്ലെങ്കിൽ വേറെ രീതിയിലേക്ക് മാറ്റാവുന്നതാണ്. കാരണം ഗോൾഡിന്റെ ഇൻട്രസ്റ്റ് കുറവാണ്, അധികം ഫിക്സഡ് ഡെപ്പോസിറ്റ് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് കിട്ടുന്ന സംവിധാനങ്ങൾ ഇപ്പോൾ നിലവിൽ ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് അങ്ങനെ മാറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക, ആ ലോൺ കൃത്യമായിട്ട് നിങ്ങൾക്ക് റീപേ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് അതിലൊരു 2 to 3% നിങ്ങൾക്ക് അതിൽ ഇൻക്രീസ് ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഈ 2 ടിപ്സും എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഇൻഫോർമേറ്റീവ് ആണെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ കമന്റ്സ് രേഖപ്പെടുത്ത ഈ രീതിയിലുള്ള വീഡിയോകൾ ചെയ്യാൻ നമുക്ക് താല്പര്യമുണ്ടാവും. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതൊരു സൈനിങ് ഔട്ട്.